ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയത് ഇന്നലെ പിടിയിലായവർ തന്നെ ഇന്ന് കണ്ടെത്തൽ. പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുറുവ സംഘം കുണ്ടന്നൂരിലെത്തിയത് 3 മാസം മുൻപാണ്. ഇവർ തമ്മിൽ സ്ഥിരം വഴക്കാണെന്നും പ്രദേശവാസികൾക്ക് വലിയ ശല്യം സൃഷ്ടിക്കുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. സംഘത്തിൽ പുരുഷന്മാരും സ്ത്രീകളടക്കം 7 പേരുണ്ട്. ഇവർക്കൊപ്പം കുട്ടികളും ഉണ്ടായിരുന്നു. കോമളപുരത്തെ 2 വീടുകളിലാണ് ഒരു രാത്രി കവർച്ച നടന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ ഈ കുറുവ സംഘത്തിൽ പെട്ടവരെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നത്. കോമളപുരത്ത് മണ്ണഞ്ചേരിയിലും കവർച്ച നടത്തിയത് ഇവർ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ? നിഖിൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പോലീസ് ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയ സന്തോഷ് സെൽവത്തെയും ഇയാളുടെ സഹായി മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ AR ക്യാമ്പിൽ എത്തിച്ച് പ്രതികളെ ആലപ്പുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരമാണ് ആലപ്പുഴയിൽ നേതാജിയിലും കോമളപുരത്തും അടക്കം 2 സ്ഥലങ്ങളിൽ ഒരേ ദിവസവും കവർച്ച നടത്തിയത് ഇവർ തന്നെയാണ് എന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുകയാണ് ആലപ്പുഴ SP. മാധ്യമങ്ങളെ കാണും അല്പസമയത്തിനകം. അതിനുശേഷം മാത്രമേ ഇവരിൽ നിന്ന് ലഭിച്ച വ്യക്തമായ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. ആലപ്പുഴയിൽ 6-7 ഇടങ്ങളിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർച്ചയായ മോഷണമായിരുന്നു നടന്നിരുന്നത്. കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് എന്ന് ഇന്നലെ ആലപ്പുഴ DYSP വൈകിട്ട് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളെ കുണ്ടന്നൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും കൊണ്ടുവന്നത്. ഈ എറണാകുളത്ത് നിന്നും മണ്ണഞ്ചേരിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് കുണ്ടന്നൂരിൽ വെച്ച് ഈ പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. സ്ത്രീകളടക്കമുള്ള, അതായത് ഈ കുറുവ സംഘത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഈ പ്രതികളെ രക്ഷപ്പെടുന്നതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 മാസം മുമ്പാണ് കുണ്ടന്നൂർ പാലത്തിന് താഴെ കുറുവ സംഘം തമ്പടിച്ചത് എന്ന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ സംഘത്തിൽ 2 പുരുഷന്മാരടക്കം 7 അംഗങ്ങളുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണിത്. ഇവർ തമ്മിൽ എല്ലാ ദിവസവും വലിയ രീതിയിൽ വഴക്കുണ്ടാകുമായിരുന്നു എന്നും നാട്ടുകാർക്ക് ഇവർ വളരെ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നതെന്നും ഒക്കെ പരിസരവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ കുറുവ സംഘത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. മണ്ണഞ്ചേരിയിലും നേതാജിയിലും ഒപ്പം തന്നെ അവിടെ നിന്നും 11 കിലോമീറ്റർ ദൂരെയുള്ള പുന്നപ്രയിലുമാണ് ഈ കുറുവ കവർച്ച സംഘങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം നടത്തിയതും വീട് കുത്തിത്തുറന്ന് ആക്രമണവും കവർച്ചയും ഒക്കെ നടത്തിയത്. ഇന്നലെ പിടികൂടിയ 2 പേരിൽ നിന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ ഇവരുടെ കണ്ണികൾ എവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്നും ആരൊക്കെയാണ് ഇവരുടെ സംഘത്തിൽപ്പെട്ടവരെന്നും ഒക്കെ വിശദമായി തന്നെ പോലീസിന് അറിയാൻ കഴിയും. എന്തായാലും ആ രീതിയിൽ തന്നെ ആയിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും ഇപ്പോൾ ഈ പ്രതികൾ 2 പേരും സന്തോഷ് സെൽവവും ഇയാളുടെ സഹായി മണികണ്ഠനും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവരെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കും. ഇന്ന് തന്നെ ഈ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതികൾ ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ SP വാർത്താ സമ്മേളനം നടത്തും. ഈ പ്രതികളിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിലടക്കം ആ സമയത്ത് മാത്രമേ നമുക്ക് വ്യക്തത വരികയുള്ളൂ. നിഖിൽ. ശരി നിഷ, ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തി ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായവർ തന്നെയെന്ന് കണ്ടെത്തൽ. പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുറുവ സംഘം ഇവിടെ എത്തിയത് 3 മാസം മുൻപാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.